ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്സര വന്നപ്പോൾ തൊട്ട് അപ്സരയ്ക്ക് ഒരു ഡൗട്ടുണ്ട്. ആ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോയ സമയത്ത് എന്തിനാണ് ജിൻഡോ കൈകൂപ്പിക്കൊണ്ട് സോറി എന്ന് പറഞ്ഞത് എന്നാണ് അപ്സരയ്ക്കുള്ള ഡൗട്ട്. അത് ഇന്നലെ ജിൻഡോയുടെ മുമ്പിൽ വെച്ചും അതോടൊപ്പം തന്നെ റസ്മിൻ്റെ മുമ്പിൽ വെച്ചും അപ്സര ഇത് ചോദിച്ചു. അപ്പോൾ റസ്മിൻ പറഞ്ഞത്, ഇങ്ങാര് എല്ലാവരും പോകുമ്പോഴും ഇത് തന്നെ ചെയ്യാറുള്ളത്, എന്നോട് ഇങ്ങാര് സോറി പറഞ്ഞു, കൈകൂപ്പി കാണിച്ചു എന്ന് പറയുന്നുണ്ട്. അത് ആര് പോയാലും അദ്ദേഹം അത് ചെയ്യുന്നുണ്ടെന്ന് റസ്മിൻ അപ്സരയോട് പറഞ്ഞു. അപ്പോൾ ജിൻഡോയും പറഞ്ഞു, ഞാൻ ആര് പോയാലും അത് പറയാറുണ്ട്, അത് ചെയ്യാറുണ്ട് എന്ന് പറയുന്നുമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുറച്ച് മുമ്പ് ഈ അപ്സര സെയിം കാര്യം റസ്മിനും ജാസ്മിനും ഗബ്രിയും ഇരിക്കുന്ന സമയത്ത് ഈ കാര്യം പറയുന്നുണ്ട്. ഈ കാര്യം പറയുമ്പോൾ ഇതുപോലെയാണ്, എനിക്ക് അറിയത്തില്ല ജിൻഡോ ചേട്ടൻ എന്തിനാണ് ഞാൻ പോയ സമയത്ത് കൈകൂപ്പി കാണിച്ച് സോറി എന്ന് പറഞ്ഞത് എന്നെനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപാടെ ആ കാര്യം എന്താണോ എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അവിടെ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ ഗബ്രി അവിടുന്ന് അങ്ങ് മാറിപ്പോകുന്നുണ്ട്. ഗബ്രിക്ക് കാര്യം മനസ്സിലായി കാണും, അതുകൊണ്ട് ഗബ്രി അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു. ജാസ്മിൻ അവിടെ നിന്ന് പറയുകയാണ്, അപ്സര ചേച്ചി ഇവിടുന്ന് പോയ സമയത്ത് പുള്ളിക്കാരൻ ഇവിടെ വന്നിരുന്ന് റൂമിൽ ഇരുന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ഇവിടുത്തെ കാര്യങ്ങൾ ചേച്ചി അവിടെ പോയി പറഞ്ഞു, അങ്ങനെ അവിടെ വിഷയം ഉണ്ടാക്കി, ഇവിടെ വിഷയം ഉണ്ടാക്കി, അതുകൊണ്ടൊക്കെയാണ് അവിടെ ഇവിടെയും പോയി പറഞ്ഞ വ്യക്തിയാണ് എന്ന രീതിയിൽ ഒരു വല്ലാത്ത രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആർക്ക്? അപ്സരയ്ക്ക്. എന്നാൽ വളരെ കൃത്യമായിട്ട് 77ാമത്തെ എപ്പിസോഡിലാന്ന് തോന്നുന്നത്, 78ാമത്തെ എപ്പിസോഡിൽ അതിൽ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ലാസ്റ്റ് ഭാഗത്ത്, അതായത് ഏറ്റവും അവസാനം അപ്സര ഇറങ്ങിപ്പോയതിന് ശേഷം അത് കഴിഞ്ഞ് അൻസിബ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ടോപ്പ് 10 പോലും വരാൻ യോഗ്യതയില്ലാത്ത ആളാന്ന് പറയുന്ന ഒരു ഇത് കിടപ്പുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവർ നെക്സ്റ്റ് റൂമിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു രംഗം കൂടെ കാണിക്കുന്നുണ്ട്. അതിൽ ജിൻഡോ പറയുന്ന കാര്യം വളരെ വ്യക്തമാണ്. ജാസ്മിൻ പറയുന്ന കാര്യമുണ്ട്, അപ്സര ഇപ്പോഴെങ്കിലും പോകേണ്ട ആളല്ല, ഞാൻ നല്ല രീതിയിലൊക്കെ എല്ലാ ഗെയിമൊക്കെ കളിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം ജിൻഡോ പറയുന്നുണ്ട്, ഈ ഗെയിം മാത്രമല്ല ഇവിടുത്തെ കാര്യം എന്ന് പറയുമ്പോൾ അഭിഷേക് പറയുന്നുണ്ട്, ഗെയിം മാത്രമല്ല ഇവിടുത്തെ കാര്യം, വേറെ കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് ഞാൻ പറയട്ടെ എന്താ കാര്യമെന്ന് ജിൻഡോ പറഞ്ഞിട്ട് ജിൻഡോ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ഇവിടെ ഒരു കാര്യം ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ അതേ കാര്യങ്ങൾ വേറൊരിടത്ത് പോയി മാറ്റി പറയുകയോ അല്ലെങ്കിൽ ഇവിടുന്ന് വേറെ അടുത്ത് പോയി പറയുകയോ ചെയ്യുന്നത് അവർക്ക് നെഗറ്റീവായിട്ട് അടിച്ചിട്ടുണ്ടാകാം എന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പോഴത്തേന് ജാസ്മിൻ അവിടെ പറയുന്നുണ്ട്, ജാസ്മിൻ ഇങ്ങനെ മുഖമൊക്കെ അങ്ങോട്ട് തിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ അപ്പോൾ വേറെ അടുത്ത് നിങ്ങൾ പോയി അവിടെ ഇവിടെയും പോയി പറയുന്നതോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു കാര്യവും അവിടെയും ഇവിടെയും പോയി പറയാറില്ല എന്ന് ജിൻഡോ അവിടെ പറയുന്നുമുണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് ഹോട്ട്സ്റ്റാറിൽ കിടപ്പുണ്ട്. എന്നാൽ ആ ഒരു കാര്യത്തെ ഇപ്പോഴൊരു രീതിയിൽ അതിനെ വളച്ച് കെട്ടി പറയുന്നുണ്ട്. എന്തുമായാലും വെളിയിൽ നിന്ന് വന്ന ഈ അപ്സര അത് കണ്ടിട്ടായിരിക്കണം വന്നത്. ഒന്നും കണ്ടിട്ടില്ലായിരിക്കാം. കണ്ടിട്ടില്ലെങ്കിൽ അപ്സര ഇതൊന്ന് കാണണം. അത് കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ പറഞ്ഞു വെക്കുന്നത് ജിൻഡോ എന്തോ മോശക്കാരനെ പോലാണ്, അപ്സരയ്ക്ക് എതിരെ എന്തോ പറഞ്ഞു എന്ന രീതിയിലാണ് അപ്സരയോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അപ്സര പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കറിയാം വെളിയിൽ ഇറങ്ങുമ്പോൾ നിനക്കിത് മനസ്സിലാകും എന്ന് അപ്സര അവിടെ പറയുന്നുമുണ്ട്. ഇവിടെ ജാസ്മിൻ ഇപ്പോഴും ജിൻഡോയുടെ ആ പറഞ്ഞു കൊടുക്കുക, ജിൻഡോ പറഞ്ഞ കാര്യം എന്താണ്, ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ മോശമായി ഒരു മനുഷ്യനെ ഡിഗ്രേഡ് ചെയ്യുന്നതും മോശമായ രീതിയിൽ ആ മനുഷ്യനെ ആക്കി തീർക്കുന്നത് ഈ ജാസ്മിൻ അല്ലേ. ജാസ്മിൻ എന്താണ് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കാര്യകാരണ സഹിതം കറക്റ്റായിട്ട് പറയണം. അത് പറയാതെ വളച്ച് തിരിച്ച് പറയാം. ഇതിൽ തന്നെ അവരുടെ ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ ജാസ്മിനെ. ഇങ്ങനെയാണോ പറയുന്നത്? ഇപ്പോൾ തന്നെ ലൈവിൽ എല്ലാ പ്രേക്ഷകർക്കും പോയി നോക്കാം. ഹോട്ട്സ്റ്റാറിൽ 77ാമത്തെ എപ്പിസോഡ് അപ്സര ലാലേട്ടനോട് യാത്ര പറഞ്ഞ് പോയി കഴിഞ്ഞ് ഏറ്റവും അവസാനം ആ എപ്പിസോഡ് തീരുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ പോർഷനിൽ പോയി നോക്കിയാൽ മതി. അവിടെ ജിൻഡോ പറഞ്ഞ കാര്യം കിടപ്പുണ്ട്. അതിനെ വളരെ മോശമായ രീതി ജാസ്മിൻ ഈ ഒരു ഘട്ടത്തിലൂടെ പറയുന്നതൊക്കെ ജാസ്മിനെ തന്നെ ദോഷം ചെയ്യും. അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.